ആലപ്പുഴ അപകടവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കെ.എസ്.ആർ.ടി.സിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് കെ.എസ്.ആർ.ടി.സി മാനേജ്മെൻറ്റ് ഉദാസീനത ഈ എല്ലാ കാര്യങ്ങളിലും പ്രകടമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഈ ആലപ്പുഴയിലെ അപകടം സംബന്ധിച്ച് ഡ്രൈവർക്കെതിരായി എഫ്ഐആർ ഇടുന്നു. മാധ്യമങ്ങൾ മുഴുവനും അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ വളരെ വ്യക്തമായി എതിരെ വന്ന വാഹനം വന്ന് തെന്നി മാറി ഈ കെ.എസ്.ആർ.ടി.സിയുടെ മുമ്പിൽ ഇടിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത്തരം ഒരു അപകടത്തിൽ എഫ്ഐആർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർക്കെതിരെ തന്നെ അവിടെ ഇടുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള രണ്ട് വകുപ്പുകൾ അയാൾക്കെതിരെ ചേർക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിലാണ് ആലപ്പുഴ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ബഹുമാനപ്പെട്ട ആലപ്പുഴ ഈ SHOയ്ക്ക് SHOയ്ക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. അപ്പോൾ ആ അപേക്ഷയുടെ പറയുന്നത് അപേക്ഷ തയ്യാറാക്കിയിരിക്കുന്ന രീതി, ഇപ്പോൾ അപേക്ഷ തയ്യാറാക്കാൻ വേണ്ടി ഇപ്പോൾ ജില്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വേണം, അതിന് നമ്മുടെ ചീഫ് ലോ ഓഫീസറുടെ ഇത് വേണം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു പരാതിയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ട ശേഷം കെ.എസ്.ആർ.ടി.സിയുടെ നിയമം അനുസരിച്ച് അവിടെ ഒരു ഇൻസ്പെക്ടർ ചെല്ലണം. ആ ഇൻസ്പെക്ടർ ഈ അപകടം അറ്റൻഡ് ചെയ്ത ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നീക്കണം. പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ, അതായത് കെ.എസ്.ആർ.ടി.സി ബസ്സിൻ്റെ കാരണം കൊണ്ടാണോ ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിവരം പ്രാഥമിക റിപ്പോർട്ടിൽ എങ്ങനെയാണ് ചേർക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അറിയുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ള ഉത്തരവ് നിലനിൽപ്പുണ്ട്. അപ്പോഴാണ് ആലപ്പുഴ ജില്ലാധികാരി ഒരു ലെറ്റർ അയക്കുകയാണ്. ആ ലെറ്റർ അയക്കുമ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാം. 10/10/2024. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് വെറും ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഇത്തരം പൊരിപ്പിച്ച് പറയേണ്ടി വരുന്നത് എന്നൊക്കെ ഈ കേൾക്കുന്നവർ പെട്ടെന്ന് ചിന്തിക്കും. എല്ലാ കാര്യങ്ങളിലും കെ.എസ്.ആർ.ടി.സി ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ അപേക്ഷ, അതായത് ഈ കെ.എസ്.ആർ.ടി.സിയുടെ ഈ കാര്യം പരാതി അവിടെ ലഭിക്കുന്ന ഓഫീസേഴ്സ് ഈ പരാതി എത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവിടെ ഡ്രൈവറെയും കണ്ടക്ടറെയും മെക്കാനിക്കിനെയും ഒക്കെ മുച്ചൂട് ശിക്ഷിക്കുവാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ആളുകളാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട വളരെ അതീവ പ്രാധാന്യത്തോടുകൂടി കേരളം മുഴുവൻ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന ഒരു വിഷയത്തിൽ കെ.എസ്.ആർ.ടി.സി മാനേജ്മെൻറ്റ് അതിനെ കാണുന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒപ്പിട്ടിരിക്കുന്ന ഓഫീസർ തന്നെ ഇത് ശരിക്കും വായിച്ചു നോക്കാതെ ഒപ്പിട്ടു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കൊടുത്താലും എഴുതി കൊടുത്താലും ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണോ അവിടെ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ കസേരയിൽ ഇരിക്കുന്നത്? അപ്പോൾ ഈ ഒരു നിസ്സാരപരമായ ഒരു കാര്യമായിട്ട് നമുക്ക് കരുതാം. ലെറ്ററിൻ്റെ മുകളിലുള്ള ഒരു ഡേറ്റ് മാറിപ്പോയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഡേറ്റ് മാറിപ്പോകല്ല. നമുക്കറിയാം കെ.എസ്.ആർ.ടി.സിയെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ പറ്റിയ ആളുകളെ സ്ഥലം മാറ്റിയിട്ടുണ്ട്, റിട്ടയർ ചെയ്ത ആളുകൾക്ക് ശമ്പളവും ആനുകൂല്യം വേറെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മൊത്തം ഈ പറയുന്ന അലക്ഷ്യത മനോഭാവം, പ്രത്യേകിച്ച് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട ഡ്രൈവർമാരുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ വളരെ ബോധപൂർവമായിട്ട് ഇത്തരം മനോഭാവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ആ ഡ്രൈവറെ എഫ്ഐആർ പ്രതികരിച്ചിരിക്കുന്നു. ഇത്രയെങ്കിലും ഒരു അപേക്ഷ കൊടുത്തല്ലോ എന്നാണ് ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ അടക്കം പറയുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യാറില്ല. ഏതായാലും ഇപ്പോൾ ഈ ഒരു സംഭവത്തിലെങ്കിലും ഇത് കൊടുത്തല്ലോ, നല്ല കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഉദാസീനത, കെ.എസ്.ആർ.ടി.സിയുടെ മാനേജ്മെൻറ്റ് തലത്തിലുള്ള ഉദാസീനത, പൂച്ചയ്ക്കാരും അണികിട്ടും എന്ന് ചോദിക്കുന്നത് പോലെ തങ്ങൾ എന്ത് വീഴ്ച വരുത്തിയാലും തങ്ങളോടാരും ചോദിക്കാനില്ല, തങ്ങൾക്കാരെയും ഭയക്കാനില്ല എന്നുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതും ഇതുപോലെ ജീവൻ മരണ പ്രശ്നങ്ങൾ, അതായത് ഡ്രൈവർ ജയിലിലേക്ക് പോകുന്നു, ഡ്രൈവർ ശിക്ഷിക്കപ്പെടാൻ പോകുന്നു, ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യയ്ക്ക് കേസെടുക്കാൻ പോകുന്നു. ഈ ഒരു ഘട്ടത്തിലെങ്കിലും ഈ തയ്യാറാക്കപ്പെടുന്ന ലെറ്ററുകളിൽ ഒപ്പിടുന്നതിന് മുൻപ് ഉദ്യോഗസ്ഥൻ ആത്മാർത്ഥതയോടുകൂടി നിരപരാധി ശിക്ഷിക്കപ്പെടണമെന്നുള്ള തീർച്ചയായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി ഈ ജീവനക്കാർ ജോലിയെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ശമ്പളം മേടിക്കുന്നത്, ഇല്ലെങ്കിൽ ഈ സ്ഥാപനം നിലനിന്ന് പോകുന്നത് എന്നുള്ള താല്പര്യത്തോടു കൂടി വേണം ഇതിനെ സമീപിക്കാൻ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നന്ദി. ഒരു മിനിറ്റ്. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ ലെറ്റർ അതിൻ്റെ ഡേറ്റ് തിരുത്തി വീണ്ടും ആലപ്പുഴ ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ അയച്ചിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. അതിന് ഞാൻ നിങ്ങളെ അത് കാണിക്കാം. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം, ലെറ്റർ തെറ്റിദ്ധരുത്തി കൊടുത്തത് നല്ല കാര്യം. പക്ഷേ ഇനിയെങ്കിലും ഇത്തരം മനോഭാവം, ഈ ഗൗരവമേറിയ വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത്തരം തെറ്റുകൾ വരുത്തിയവരെ മാതൃകാപരമായി മേൽ നടപടി സ്വീകരിക്കണം. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. നിർത്തുന്നു.